നമസ്കാരം. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു സംഗതി നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അത് നിങ്ങൾക്കും ഒരു പക്ഷേ പ്രയോജനകരമായത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആർജിച്ച ആ അറിവിന് അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അതായത് ഒരു പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഞാൻ പറയാൻ പോകുന്നു. പശു പുല്ല് തിന്നണം, പാല് കറക്കാൻ പോയി. മനസ്സിലായത്? അതായത് പശുവിൻ്റെ ജോലി വൃത്തിയായിട്ട് പുല്ല് കഴിക്കുക എന്നുള്ളതാണ്. പുല്ല് ഭക്ഷിക്കുക. നല്ല പുല്ല് ഭക്ഷിച്ചാൽ സ്വാഭാവികമായിട്ടും നല്ല പാലുണ്ടാകും. അത് കറക്കേണ്ടത് മറ്റുള്ള ആൾക്കാരാണ്. പശു പുല്ല് തിന്നേണ്ട സമയത്ത് തിരിഞ്ഞിരുന്ന് അതിൻ്റെ അകടിയിൽ നിന്ന് പാല് കറക്കാൻ പോകരുത് എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. അതെന്തിനെ ഉദ്ദേശിച്ചാൽ പറയാന്ന് വെച്ചാൽ, കലാകാരന്മാർ അറിയാമല്ലോ, ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ചിത്രകാരനാവാം, ഗായകനാവാം, നടനാവാം, സംവിധായകനാവാം, എന്തുവേണേ ആയിക്കോട്ടെ, അവരവരുടെ കലാപരമായ കാര്യങ്ങൾ കൊണ്ട് ഉന്നതിയിലെത്തുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഉന്നമനമുണ്ടാകും. അങ്ങനെ സാമ്പത്തികമായിട്ട് അവർക്ക് ഉന്നമനം ഉണ്ടായി കഴിയുമ്പോൾ ഉപദേശികൾ വരും. ആ ഉപദേശികളുടെ നിർദ്ദേശപ്രകാരം അവർ അറിഞ്ഞോ അറിയാതെയോ, സോ ഹാപ്പൻസ്, അവർ അറിഞ്ഞോ അറിയാതെയോ ബിസിനസ്സിൽ പോയിപ്പെടും. അങ്ങനെ അവർ മുതലാളിമാരാകാൻ ശ്രമിക്കും. ആ സമയത്താണ് ഈ ആപ്തവാക്യത്തിൻ്റെ പ്രാധാന്യം. അതായത് പശു പുല്ല് തിന്നാൽ മതി, പാല് കറക്കാൻ പോകരുതെന്ന് പറയും. ഇതെൻ്റെ അനുഭവത്തിൽ പറയാൻ കാരണം, ഞാനും ഇടയ്ക്ക് പുല്ല് കഴിക്കുന്നത് ശ്രദ്ധിക്കാതെ പാല് കറക്കാൻ പോയൊരു പശുവാണ്. തിരക്കഥാ, സംഭാഷണം, സംവിധാനം, അങ്ങനത്തെ നിത്യാദി കാര്യങ്ങൾ, ബാക്കിയുള്ള സുന്ദരകലകൾ, അതിലൊക്കെ ഞാൻ അങ്ങേയറ്റമൊക്കെ ശ്രമിച്ചെങ്കിലും ഇതേപോലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എനിക്ക് തോന്നി, എന്തുകൊണ്ട് സിനിമയെ വാണിജ്യവൽക്കരിക്കാവുന്ന ഒരു മേഖലയിൽ കടന്നുകൂടാ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു വിതരണ കമ്പനി മനസ്സിൽ പ്ലാൻ ചെയ്തത്. സിനിമ വിതരണം ചെയ്യുക, അറിയാമല്ലോ, തിയേറ്ററിൽ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കൺസേൺ തീരുമാനിച്ചു തുടങ്ങിയേക്കാം. അപ്പോൾ അതിന് അന്നത്തെ ചുറ്റുപാടിൽ അനുകൂലമായ സാഹചര്യം അതുകൊണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3-4 സുഹൃത്തുക്കളെയൊക്കെ ചേർത്തിട്ട് വിതരണ കമ്പനിയുടെ എന്താ പറയണ്ടേ ലോഞ്ചിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യാം. അവിടെയാണ് തമാശ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, വിതരണ കമ്പനിക്ക് ഒരു പേര് വേണമല്ലോ ഏതിനും. അപ്പോൾ ആദ്യം നാമകരണം നടത്തണം. അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 4-5 സുഹൃത്തുക്കളെ ചുറ്റുവരുത്തിയിട്ട് ഒരു സായാഹ്നത്തിൽ ഒരു മീറ്റിംഗ് കൂടുക. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഓരോ പേരുമായിട്ട് വരിക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും പേര് നന്നായിരിക്കണം, അത് തുടക്കം അതല്ലേ. ഞാൻ വന്നാൽ ഓരോരുത്തർ ഓരോ പേര് പറഞ്ഞു. ഒരാൾ പറഞ്ഞു മൂകാംബിക റിലീസ്, വിഘ്നേശ്വര ഫിലിംസ്, മനസ്സിലായില്ലേ, പിന്നെ ഗോഡ് എൻ്റർപ്രൈസസ്, ബ്ലെസ്സിങ് മൂവി ഹൗസ്, അങ്ങനെയൊക്കെ പല എല്ലാം ദൈവികമായിട്ടുള്ള പേരുകൾ, വിഘ്നങ്ങളെ മാറ്റുന്ന രീതിയിലുള്ള പേരുകൾ, ഇങ്ങനെ വെച്ചിട്ട് പല സ്പോട്ട് ലൈറ്റ് പ്രൊഡക്ഷൻസ്, അങ്ങനെ പലതുമുണ്ട്. സക്സസ് റിലീസ്, അങ്ങനെ പല പേരുകളും വന്നു. ഞാൻ എല്ലാ പേരുകളും കേട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പേരുകളെല്ലാം കൊള്ളാം, ഈശ്വരാധീനമുള്ള പേരുകളൊക്കെയാണെല്ലാം. എന്തോ എനിക്കിത് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കണം നമ്മുടെ വിതരണ കമ്പനിയുടെ പേര് എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞു. അവർ സമ്മതിക്കുന്നു. അടുത്ത ദിവസം ഞാൻ എൻ്റെ പേരുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ എൻഡോസ് ചെയ്ത് പേരിടാൻ ഞങ്ങളെ ആവശ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പേരിടുന്ന മന്നനല്ലേ. സംഭവം ശരിയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഈ ടൈറ്റിലുകളുടെ പൊതുവായ സ്വഭാവം മാറ്റിയെടുക്കുന്നതിൽ എൻ്റെ സിനിമകൾക്കൊരു പങ്കുണ്ടെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും സത്യം തന്നെയാണ്. നമ്മുടെ ഇപ്പം അറിയാമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഏപ്രിൽ 18 വിവാഹിത രീതിയിൽ അച്ചുവേട്ടൻ്റെ വീട്, ഇങ്ങനെ ഒരു തുടക്കം. ഒരു അച്ചുവേട്ടൻ്റെ വീട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ രീതിയിൽ എത്രയോ വീടുകൾ ഇവനുണ്ടായി, അറിയില്ലേ. ഏപ്രിൽ 18 കഴിഞ്ഞപ്പോൾ എത്രയോ കലണ്ടർ ഡേറ്റ് വെച്ച് സിനിമകളുണ്ടായി എന്ന് പറയുന്ന പോലെ ട്രെൻഡ് സെറ്ററായിരുന്നു എൻ്റെ സിനിമകളുടെ പേരുകൾ. അതുകൊണ്ട് ഇത്രയും പേരിടാനും ഇത്രയും സാമർഥ്യമുള്ള ഞാൻ ഒരു സ്വന്തം വിതരണ കമ്പനിയുടെ പേരിടുന്ന കാര്യത്തിൽ അന്യൻ്റെ അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് ശരിയാണോ എന്ന രീതിയിലാണ് എൻ്റെ കൂടുതൽ ആൾക്കാർ എന്നെ സന്തോഷിപ്പിച്ചത്. അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ ആ രാത്രി മൊത്തം ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു പേര് കണ്ടുപിടിച്ചു. അടുത്ത ദിവസം ഇതേ കമ്മിറ്റി കൂടി. ഞാൻ പറഞ്ഞു, ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പേര് ഞാൻ ഇടാനുള്ള കാരണം എന്താണെന്നുള്ളത്, ആ പേരിൻ്റെ എന്താണ് ഞാൻ ഇട്ടതെന്ന് അറിയുമെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. എന്താണ് പേര്? എല്ലാവരും ഒരേ ശബ്ദത്തിൽ ചോദിച്ചു.
ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പേരുടെ വീരനാണ്. ശരിയാണ്, ഒരുപാട് കുട്ടികളുടെ പേര് എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. സാർ എൻ്റെ മകന്, പിന്നെ മകൻ്റെ കുട്ടിയാണ്, സാറായിട്ടൊരു പേര് വേണം, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അവർക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ പേരിട്ടാൽ വിജയിക്കുമെന്നൊരു ധാരണ അവരുടെ മനസ്സിലുണ്ട്. അതൊന്നും ഒരു പരിധിവരെ ഇന്നും ഉണ്ട്. ഒരു മോശമാകത്തില്ല എന്നുള്ള ധാരണ മിനിമം അതാണല്ലോ വേണ്ടത്. ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ നമ്മളെപ്പറ്റി ഇതുവരെ പൂർണ്ണമായും വന്നിട്ടില്ല. ഇവിടെ നെഗറ്റീവിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർ ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ നിശബ്ദനായിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ കാത്തിരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ആ പേരങ്ങ് അവതരിപ്പിച്ചു. എൻ്റെ മനസ്സിൽ തോന്നിയ പേര്, വിതരണ കമ്പനിക്ക് തോന്നിയ പേര് എന്താണെന്ന് വെച്ചാൽ സേഫ് റിലീസ്. എല്ലാവരുടെയും കണ്ണങ്ങടി അവരും വിചാരിച്ച പോലെ ഭഗവാന്റെ പേരിടുമെന്നാണ്. സേഫ് റിലീസ്. ഒരാൾ ചോദിച്ചു, നല്ല പേരാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിയെ സമ്മതിച്ചു, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പേരാണ്. അതിന് എന്താ പോസിറ്റീവ് തോന്നാൻ കാരണം? അല്ല, നമ്മൾ സിനിമയും വിതരണമൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടു മേക്ക് മണി. അപ്പോൾ പണം വയ്ക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? സേഫാണ്. പണം കൊണ്ട് സേഫ് വയ്ക്കുന്നില്ല പറയുക, സേഫ് വയ്ക്കുക, സേഫ് തുറക്കുന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കണ്ടെത്തിയ പേര് അതിമനോഹരമാണ് എന്നാണ് കേട്ട പാതി, പ്രഥമ ദൃഷ്ടിയ എന്ന് പറയുന്ന പോലെ കേട്ട പാതി വന്ന ഒരു അഭിപ്രായം. അപ്പോൾ ഇതാണോ താങ്കൾ ഉദ്ദേശിച്ചത് എന്നവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സത്യം പറയാമെന്നുണ്ടെങ്കിൽ അതല്ല ഉദ്ദേശിച്ചത്, എനിക്കതിനപ്പുറത്ത് ഉദ്ദേശമുണ്ട്. അതെന്താണ് നമ്മൾ സേഫ് റിലീസ് എന്ന പേരിൽ ഈ വിതരണ കമ്പനി നമ്മൾ ആരംഭിക്കുന്നു അല്ലേ? ഓക്കെ, സ്വാഭാവികമായിട്ടും അതിന് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ കാണണമല്ലോ. അയാൾക്ക് നമ്മൾ മാസ ശമ്പളം കൊടുത്തിരുത്തിരിക്കുകയല്ലേ? അതെ. പുറമേ ഒരാൾ വന്നു ഈ സ്ഥാപനത്തിലേക്ക് ഫോൺ ചെയ്താൽ അയാൾ നമ്പർ ഡയൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഫോൺ അടിക്കും. അപ്പോൾ അയാൾ ഫോൺ അടിക്കും. സ്വാഭാവികമായിട്ട് വിളിക്കുന്നു, ഹലോ എന്നിട്ട് ചോദിക്കുക, അതെ ഇന്ന നമ്പരാണോ? അതെ. സേഫല്ലേ? ഉടനെ അവിടെ എടുക്കുന്ന ഓപ്പറേറ്റർ എന്ത് പറയും? അതെ സേഫാണ്. അങ്ങനെ ഒരു ദിവസം എത്ര ഫോൺ കോൾ വരും അവിടെ ആ ഓഫീസിൽ? ഓരോ തവണ ഓഫീസിൽ കോൾ വരുമ്പോഴും ചോദ്യം എന്താണ്? സേഫാണ്. ഉത്തരം എന്താണ്? സേഫാണ്. സേഫാണോ? സേഫാണ്. സേഫല്ലേ? സേഫാണ്. സേഫാണോ? അപ്പോൾ സേഫാണോ എന്ന് ചോദിക്കാനും അല്ലാന്ന് പറയാൻ പറ്റില്ല, സേഫ് ആണെന്ന് പറയാനും ഉള്ള ഇത്രയും സുദൃഢമായിട്ടുള്ള ഒരു പേര്, ഇത്രയും ശുഭാപ്തി വിശ്വാസം പകരുന്നൊരു പേര് വേറെയില്ല. എല്ലാവരും കൈതൊന്നു. പക്ഷേ അത് മോശമൊന്നും പറയാൻ പറ്റുകയില്ല. അതിൻ്റെ വിജയം എന്ന് വെച്ചാൽ എൻ്റെ പേരിലുണ്ടായിരുന്ന സേഫ് എന്ന് പറഞ്ഞ വിതരണ കമ്പനി അന്നത്തെ കാലത്ത് അതിൻ്റെ തുടക്ക ചിത്രം വിവാഹിതരെ എതിരെയായിരുന്നു. അതിലാണ് പാർവതി എന്ന് പറയുന്ന നടിയെ മലയാള സിനിമയ്ക്ക് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ വിളംബരം, അച്ചുവേട്ടൻ്റെ വീട്, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, ഡേവിഡ്, മിസ്റ്റർ ഡേവിഡ്, അങ്ങനെ വിട്ടുപോയിട്ടുണ്ടാവും എന്നതിലും അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 8-9 പടങ്ങളോളം സേഫ് എന്ന കമ്പനി വിതരണത്തിനെടുക്കുകയും എല്ലാ ചിത്രങ്ങളും, ഒരു ചിത്രം പോലും മുടക്കം വന്നില്ല, എല്ലാ ചിത്രങ്ങളും പറഞ്ഞ ദിവസം തന്നെ തിയേറ്ററിൽ എത്തിക്കുകയും ചെയ്തു എന്ന രീതിയിൽ സേഫ് എന്ന വിതരണ സ്ഥാപനം ഒരു വിജയം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. അതിൽ ദൈവത്തിന് നന്ദിയും പറയണം. അതെ. എന്നാൽ മൊത്തത്തിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചല്ലോ, ഏത് സേഫാണോ 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 എന്ന് ചോദിച്ചാൽ ആൾക്കാർ ആവർത്തിച്ച് സേഫാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ വിതരണ കമ്പനിയും എൻ്റെ സ്വപ്നവും സഫലമാകുമെന്ന് പറഞ്ഞിരുന്ന എൻ്റെ വിശ്വാസത്തിൽ അർത്ഥമുണ്ടായില്ല. കാരണം സേഫാണെന്ന് ചോദിച്ചേ ഉള്ളൂ. മൊത്തത്തിൽ കണക്കൂട്ടി നോക്കുമ്പോൾ അൺസേഫ് തന്നെയായിരുന്നു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാര്യം പറയുമ്പോൾ പേരിടാനൊക്കെയുള്ള പ്രത്യേകമായ ചാതുര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്വന്തം പടത്തിൻ്റെയും വിതരണ സ്ഥാപനത്തിൻ്റെയും കാര്യം വന്നപ്പോൾ എനിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ, പശുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പുല്ല് തിന്നേണ്ട സമയത്ത് നമ്മൾ പാല് കറക്കാൻ പോയ ഒരു ചെറിയ മൗഢ്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ തോന്നുന്നു. അതെനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് ഞാൻ പേര് പറയുന്നത് ഒരുപാട് കലാകാരന്മാർ ഇതേപോലെ സിനിമയുടെ ബിസിനസ് രംഗത്ത് പോയിട്ട് ഉദ്ദേശിച്ച പോലെ വിജയിക്കാൻ സാധിക്കാതെ പിന്നാക്കം പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ പാഠമെന്ന് പറയുന്നത്, കലാകാരൻ എന്ന രീതിയിൽ ദൈവം നമുക്ക് തന്ന സിദ്ധികളെ കലാകാരൻ എന്ന രീതിയിൽ നിർവഹിക്കാൻ നോക്കുകയാണ് നല്ലത്. നമ്മുടെ ശ്രദ്ധയെ ബിസിനസ്സിലേക്ക് മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മാനസികമായ ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും
പിന്നെ അതിനു വേണ്ടി ചില കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും. അത് മനസ്സിൻ്റെ സ്വസ്ഥത കളയും. അതിനർത്ഥം പശു ധൈര്യമായിട്ട് പുല്ല് തിന്നുക, പാല് കറക്കണം.